സംഘമാണ് UAE നിന്നുള്ള ഉന്നതതല സംഘമാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ വിമാനമിറങ്ങിയത്. ഖത്തർ അമീർ, അതുപോലെ ഖത്തർ പ്രധാനമന്ത്രി അടക്കമുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ഇവരെ സ്വീകരിക്കുകയുണ്ടായി. ഇത് കൂടാതെ നാളെ വ്യാഴാഴ്ചയോടുകൂടെ സൗദി കിരീടാവകാശി, അതുപോലെ ജോർദാനിൽ നിന്ന് ഇന്ന് തന്നെ ജോർദാൻ കിരീടാവകാശിയൊക്കെ ഇന്ന് തന്നെ ഖത്തറിലെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നേരത്തെ കഴിഞ്ഞ രാത്രി ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽത്താനി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിനെതിരെ, ഈ ക്രൈമിനെതിരെ, കുറ്റകൃത്യത്തിനെതിരെ മേഖലാ തലത്തിൽ ഒരു യോജിച്ചുള്ള പ്രവർത്തനത്തിനാണ് ഖത്തർ മുൻകൈ എടുക്കുന്നത് എന്നാണ്. അതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് വേണം മനസ്സിലാക്കാൻ. കാരണം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ തന്നെ UAE അടക്കമുള്ള, അതുപോലെ സൗദി അടക്കമുള്ള, ജോർദാൻ അടക്കമുള്ള പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലെ രാഷ്ട്ര നേതാക്കൾ ഖത്തറിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒന്നിച്ചു നിന്ന് ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ, ഇസ്രായേലിന്റെ ബാർബറിക് അറ്റാക്കിനെതിരെ പ്രതികരിക്കണമെന്നുള്ളതാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും ഖത്തർ പ്രധാനമന്ത്രിയും ഇതിൽ വ്യക്തമാക്കിയത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഇന്ന് ഖത്തറിലെ ഇവിടുത്തെ ഷൂറ കൗൺസിൽ, ഇവിടുത്തെ ഒരു പവർഫുൾ ബോഡിയാണ് ഷൂറ കൗൺസിൽ. ഇവിടുത്തെ മതകാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്ന ബോഡിയാണ്. ഈ ഷൂറ കൗൺസിൽ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ രാജ്യത്തെ പൗരന്മാരെയോ അതുപോലെ പ്രദേശവാസികളിലേക്കുള്ള സുരക്ഷയ്ക്ക് ഭീഷണിയായ ഏതെങ്കിലും ത്രെട്ട് ഉണ്ടെങ്കിൽ ആ ത്രെട്ടിനെ കൈകാര്യം ചെയ്യും. ഖത്തറിന്റെ അഖണ്ഡതയും അതുപോലെ സുരക്ഷിതത്വവും വളരെ പ്രധാനമാണ്. അതിനെതിരെ ഉള്ള ഏത് ആക്രമണത്തെയും ഏത് നീക്കത്തെയും ചെറുക്കുമെന്ന് ഷൂറ കൗൺസിൽ പറയുന്നു. അതേപോലെ തന്നെ ഷൂറ കൗൺസിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കുമായി ഇത്ര കാലം നിലകൊണ്ട ഖത്തർ ഇനിയും ആ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റ് എക്സ്പാൻഷനോ അതുപോലെ ഗസയിൽ നിന്ന് അവിടുത്തെ ആളുകളെ കുടിയിറക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രമൊന്നും വിലപ്പോകില്ല. അതിനെതിരെ ഖത്തർ ഇനിയും സംസാരിക്കും. സമാധാനത്തിന് വേണ്ടിയുള്ള യത്നങ്ങൾ, ഖത്തറിന്റെ ശ്രമങ്ങൾ തുടരുമെന്നും ഇവിടുത്തെ ഏറ്റവും പവർഫുൾ ബോഡിയായ ഷൂറ കൗൺസിൽ ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഖത്തർ പ്രധാനമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ചർച്ചയുടെ അഥവാ ഗസയിൽ ശാശ്വത സമാധാനത്തിന് വേണ്ടി ഖത്തറെടുക്കുന്ന മുൻകൈകൾ, ഖത്തറെടുക്കുന്ന ചർച്ചയുടെ വാതിലുകൾ അടക്കുന്നില്ല എന്നുള്ള സൂചന അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നൽകിയിരുന്നു. ഇത് തന്നെയാണ് ഇതിനടി ഇടുന്നതാണ് ഷൂറ കൗൺസിൽ ഇന്ന് കുറച്ചു മുമ്പ് പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവന. ഇതേപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മേഖലാ തലത്തിൽ ഒരു ഫോർമേഷൻ ഉണ്ടാക്കി, ഒരു സഖ്യം ഉണ്ടാക്കി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയ്ക്കും അതുപോലെ UN രക്ഷാസമിതിക്കും ഖത്തർ കത്ത് കൈമാറിയിട്ടുണ്ട്. UN ഖത്തർ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള ഷെയ്ഖ് ആലിയ അഹമ്മദ് ആണ് ഈ കത്ത് നൽകിയിട്ടുള്ളത്. ഇത് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള അന്താരാഷ്ട്ര ബോഡികളിൽ പരമാവധി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് ഖത്തറിന്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് പല തർക്കങ്ങൾക്കും മധ്യസ്ഥത ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രമാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിപ്ലോമാറ്റിക് ലെവൽ എന്ന് പറയുന്നത്, ഇവിടുത്തെ നയതന്ത്രജ്ഞത എന്ന് പറയുന്നത്, അതിന്റെ ടോപ്പ് മോസ്റ്റ് ഡിപ്ലോമാറ്റിക് ലെവലാണ് ഖത്തർ സ്വീകരിക്കാറുള്ളത്. അത് തന്നെയാണ് 50-ലേറെ രാഷ്ട്രങ്ങൾ ഇന്നലെ മാത്രം ഖത്തറിന് പിന്തുണ അർപ്പിക്കുകയുണ്ടായി. ഒരുപാട് രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള യൂറോപ്പിൽ നിന്ന് ഒരുപാട് രാഷ്ട്രങ്ങൾ ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുന്ന കാഴ്ചയാണ്. അത്തരത്തിലൊരു നിർണായക സാഹചര്യത്തിൽ